കായംകുളം നഗരസഭയുടെ പടിഞ്ഞാറൻ പ്രദേശത്തെയും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കടത്തുകടവ് മുനമ്പേൽക്കടവ് പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പൊതുജന കൂട്ടായ്മ ഉപവാസ സമരം നടത്തി. ദേവികുളങ്ങര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ശ്രീദേവി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പാലത്തിനായുള്ള സമരം കൂടുതൽ ശക്തിയോടെ തുടരുമെന്നും നിയമപരമായ മാർഗവും സ്വീകരിക്കുമെന്നും പൊതുജന കൂട്ടായ്മ ചെയർമാൻ VM അമ്പിളിമോൻ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ പടിഞ്ഞാറൻ പ്രദേശത്തെയും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കടത്തുകടവ് മുനമ്പേൽക്കടവ് പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പൊതുജന കൂട്ടായ്മ ഉപവാസ സമരം നടത്തി. ദേവികുളങ്ങര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ശ്രീദേവി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേയിൽ കൂടെയുള്ള യാത്ര, നാഷണൽ ഹൈവേയിൽ കൂടെ കടന്നു പോകുന്ന വലിയ വാഹനങ്ങൾക്ക് ഒഴികെ സാധാരണപ്പെട്ടവരുടെ യാത്ര കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു തീരദേശത്തിന്, അതായത് കായംകുളം നാഷണൽ ഹൈവേക്ക് പാരലായി ഒരു പാലം ഇവിടെ നിർമ്മിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും കരുനാഗപ്പള്ളി മുതൽ തോട്ടപ്പള്ളി ഏതാണ്ട് ഡാണാപ്പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ നാഷണൽ ഹൈവേയെ ആശ്രയിക്കാതെ ഹൈവേയിലെ തിരക്കെത്ര കൂടിയാലും നമുക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയും. പൊതുജന കൂട്ടായ്മ ചെയർമാൻ VM അമ്പിളിമോൻ സമരത്തിന് നേതൃത്വം നൽകുകയും ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. പൊതുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരത്തിൽ ഒട്ടനവധി വിവിധ മേഖലയിലുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇവിടെ എത്തുകയുണ്ടായി. എല്ലാവർക്കും ഒറ്റ വാക്കേ ഉള്ളൂ, ഈ കടത്തുകടവ് മുനമ്പേൽ പാലം യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ്. അപ്പം അതെല്ലാം നമ്മൾ സവിസ്തരം രാവിലെ മുതൽ സംസാരിക്കുന്നുണ്ട്. 50 കോടി രൂപയാണ് ഈ കടത്തുകടവ് മുനമ്പേൽ പാലത്തിന് 2017-18 ബഡ്ജറ്റിൽ വകയിരുത്തിയത്. അത് 10 വർഷം കഴിഞ്ഞിട്ടും അത് യാഥാർത്ഥ്യമാക്കാത്തതിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. സമരത്തിൽ കായംകുളം നഗരസഭ 42-ാം വാർഡ് കൗൺസിലർ ഷീല പ്രസാദ്, P രത്നകുമാർ, ഡോക്ടർ S സോമൻ, KR രാമഭദ്രൻ, കരിവിൽ ലത്തീഫ്, K മംഗളാനന്ദൻ, TK കൃഷ്ണകുമാർ, ശശിധരൻ ശശി മന്ദിരം, ഉപേന്ദ്രൻ, ബാബു വയലിൽ, K പ്രഭാകരൻ, സോണി സാധുപുരത്ത്, R രാജേഷ്, നടരാജൻ ആലുമൂട്ടിൽ, അനിത ഷാജി, നിനി ഷാജിഷ അമർനാഥ്, AV അനന്തുദേവ്, S ശരണ്യ കലേഷ്, ദേവി തങ്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി ചെയർമാൻ വിനോദ് കുമാർ വാർണപള്ളി ഉപവാസം അനുഷ്ഠിച്ചവർക്ക് നാരങ്ങാ നീര് നൽകി സമരം അവസാനിപ്പിച്ചു. ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് BJP സംസ്ഥാന കൗൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ്, മണ്ഡലം പ്രസിഡന്റ് വിനോദ് എന്നിവർ സംസാരിച്ചു. പാലത്തിനായുള്ള സമരം കൂടുതൽ ശക്തിയോടെ തുടരുമെന്നും നിയമപരമായ മാർഗവും സ്വീകരിക്കുമെന്ന് VM അമ്പിളിമോൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.